നമ്മളുടെ കുട്ടികളുടെ നല്ലൊരു മെൻ്റൽ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് പോസിറ്റീവ് സ്ട്രോക്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ പോസിറ്റീവ് സ്ട്രോക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോസിറ്റീവ് സ്ട്രോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് അപ്രീസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെരി ഗുഡ്, നീ ചെയ്തല്ലോ, നിനക്ക് പറ്റിയല്ലോ, നീ ഇത്രയെങ്കിലും ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ടുണ്ട്, ഇനിയും നിനക്ക് പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നല്ല രീതിയിലുള്ള ഒരു മോട്ടിവേഷൻസും അതുപോലെ തന്നെ പോസിറ്റീവ് സ്ട്രോക്സ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കിട്ടി വളരുന്ന കുട്ടിയാണെന്നെങ്കിൽ ആ കുട്ടിക്ക് കോൺഫിഡൻസ് കൂടും. ഓക്കെ, ഈ കോൺഫിഡൻസ് കൂടുകയും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോകാനൊക്കെ ഉള്ള ഒരു പ്രവണത കുട്ടിയിൽ കാണും എന്നുള്ളതാണ്. പക്ഷെ നേരെ മറിച്ച് നമ്മളൊരു നെഗറ്റീവ് സ്ട്രോക്സ് ആണ് കുട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, നീ ഇപ്പോൾ എനിക്കിതെന്താ പറ്റാത്തത്, എനിക്ക് മാത്രമാണല്ലോ ഇത് ചെയ്യാൻ പറ്റാത്തത്, മറ്റുള്ള കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ലേ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പെർഫോമൻസ് എല്ലാ കാര്യത്തിലും പഠനമായാലും ശരി, മറ്റുള്ള കാര്യങ്ങളും ശരി, അതിലൊക്കെയുള്ള പെർഫോമൻസ് കുറഞ്ഞു വരും. ആ കുട്ടിയുടെ കോൺഫിഡൻസ് കുറഞ്ഞു വരും. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആ കുട്ടിക്ക് ഒരു കാര്യത്തിനോട് വല്ല താല്പര്യമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് പോസിറ്റീവ് സ്ട്രോക്സ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടൊരു കാര്യമാണ്. സോ ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികൾക്ക് പോസിറ്റീവ് സ്ട്രോക്സ് കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അവരെ റെസ്പെക്ട് ചെയ്യുക. കുട്ടികൾ റെസ്പെക്ട് ആഗ്രഹിക്കുന്നുണ്ട്, അവരെ നന്നായിട്ട് സ്നേഹിക്കുക, അവർക്ക് മനസ്സിലാവണം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. അവർ കിസ് മുത്തം കൊടുക്കുക, അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുക, ഹഗ് ചെയ്യുകയൊക്കെ ചെയ്യുക. അതൊക്കെ അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ്, കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്.